പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ടാക്രമണത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളി കൊല്ലപ്പെട്ടു. 31-കാരനായ ഛത്തീസ്ഗഡ് സ്വദേശി രാമനാരായൺ ഭയ്യ ആണ് കൊല്ലപ്പെട്ടത്. ബുധനാഴ്ച വൈകിട്ട് പുതുശ്ശേരി പഞ്ചായത്തിലെ അട്ടപ്പള്ളത്താണ് സംഭവം. റോഡിൽ കൂടി നടന്നു പോവുകയായിരുന്ന രാമനാരായൺ ഭയ്യയെ കള്ളനെന്നാരോപിച്ച് ഒരു കൂട്ടം ആളുകൾ തടഞ്ഞു നിർത്തുകയായിരുന്നു എന്നാണ് വിവരം. തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനൊടുവിൽ ആൾക്കൂട്ടം ഇയാളെ ക്രൂരമായി മർദ്ദിച്ചു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഇവരുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. ബുധനാഴ്ചയാണ് അരുൺ സംഭവമുണ്ടായത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഈ യുവാവ് മരിച്ചിരിക്കുന്നത്. ആൾക്കൂട്ട കൊലപാതകം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അത്തരത്തിലുള്ളൊരു ക്രൂരതയാണ് അരങ്ങേറിയത്. പോലീസ് നൽകുന്നൊരു വ്യക്തത എന്താണ്? സുരേഷ്, ഇന്നലെ വൈകിട്ടാണ് വാളയാർ ടോൾ പ്ലാസയ്ക്ക് സമീപത്തുള്ള അട്ടപ്പള്ളം എന്ന പ്രദേശത്ത് വെച്ച് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. ഛത്തീസ്ഗഡ് സ്വദേശിയായ രാമനാരായണൻ ഭയ്യ എന്ന 31-കാരനെ കള്ളൻ എന്നാരോപിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് വിവരം. അദ്ദേഹത്തിന് ഈ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മുൻപ് പാലക്കാട് തന്നെ അട്ടപ്പാടിയിൽ നടന്ന സമാനമായ രീതിയിൽ, അതായത് ചില ആളുകൾ മർദ്ദിക്കുന്നു, ചിലർ അതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോൺ ക്യാമറയിൽ പകർത്തുന്നു. സമാനമായ രീതിയിൽ മൊബൈൽ ഫോൺ ക്യാമറയിൽ പകർത്തിയതെന്ന് കരുതുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഈ വ്യക്തിയെ കള്ളൻ എന്നാരോപിച്ചാണ് ഇത്തരത്തിൽ മർദ്ദിച്ചത്. മർദ്ദനത്തിൽ വലിയ രീതിയിൽ ഇയാൾക്ക് പരിക്കേറ്റിരുന്നു. പരിക്കേറ്റ് രക്തം മാറുന്ന നിലയിൽ റോഡരികിൽ കിടക്കുകയായിരുന്ന രാമനാരായണൻ ഭയ്യ എന്ന ഛത്തീസ്ഗഡ് സ്വദേശിയെ പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് ഇയാൾ മരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മർദ്ദനത്തിൽ ആന്തരിക അവയവങ്ങൾക്ക് ഉൾപ്പെടെ പരിക്കേറ്റതാവാം മരണ കാരണം എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. എന്തായാലും പോലീസ് പറയുന്നത് ഈ മരിച്ച വ്യക്തിയുടെ മൃതദേഹം ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. അവിടുത്തെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാവേണ്ടതുണ്ട്. ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ മാത്രമേ എന്താണ് മരണ കാരണം എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ കാര്യങ്ങൾ പറയാൻ കഴിയൂ. അരുൺ, ഒപ്പം തന്നെ അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കേണ്ടതുണ്ട്, കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. എങ്കിലും പോലീസ് ആൾക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? ആൾക്കൂട്ട കൊലപാതകമാണല്ലോ. ഈ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന യുവാവിനെ കള്ളനെന്ന് ആക്ഷേപിച്ച് അതിക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിലേക്ക് നയിച്ച സാഹചര്യത്തെക്കുറിച്ച്, കേസിന്റെ മറ്റ് നടപടിക്രമങ്ങളെക്കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്നത്? പോലീസിനെ സംബന്ധിച്ചിടത്തോളം വാളയാർ പോലീസ് നിലവിൽ 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ രാമനാരായണൻ ഭയ്യയെ മർദ്ദിച്ച 3 പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ ഈ മർദ്ദനം തന്നെയാണോ മരണത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ള കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും നിലവിൽ 3 പേർ പോലീസ് കസ്റ്റഡിയിൽ, വാളയാർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ്. യെസ്, ആൾക്കൂട്ടാക്രമണത്തിൽ പരിക്കേറ്റ യുവാവാണ് മരിച്ചിരിക്കുന്നത്. അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ.